വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒതൻറ്റിക് വേയിൽ ഈ ഒരു പച്ചരി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പം സംശയം ഉണ്ടാവും നേരിയരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ. ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് പച്ചരി വെച്ചിട്ട് റെഡിയാക്കാം. ഈ 1.5 കപ്പ് പച്ചരി ഞാൻ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം വേവിച്ച് വെച്ച ചോറും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അരയാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സി അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇതിലേക്ക് തിരിച്ചൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ കിണ്ണത്തിൽ പാരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പ്ലേറ്റ് ഇറക്കി കൊടുക്കണം. ഇതിൽ നന്നായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. ഇനി ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ദോശക്കൊക്കെ ഒഴിക്കുന്ന പോലെ ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തുറന്ന് വെച്ച് വേവിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുമ്പോൾ നമുക്ക് ലെയർ ആയിട്ട് തന്നെ കിട്ടും. നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. മാവ് ദോശമാവ് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇതും അടച്ചു വെച്ച് കൊടുക്കുക. അങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പ്ലേറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8-10 ലെയറൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 ലെയറോളാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയിൽ നല്ലോണം ഓയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ലെയർ വിട്ട് കിട്ടും. അവസാനത്തെ ലെയർ ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ കത്തി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് വെച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണിത്. നല്ല ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നേരിയരി വെച്ചിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, എൻ്റെ ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്